ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ഹബീബിന്റെ ഒട്ടകപ്പുറത്ത് ഇരുത്തിയിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കെ വലിയ ഒരു വസിയത്ത് ചെയ്തത് സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്. യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, മോനെ നിങ്ങൾക്ക് ഞാൻ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരട്ടെയോ? ഇഹ്ഫദില്ലാഹ യഹ്ഫദുക, അല്ലാഹുവിനെ സൂക്ഷിക്കണമേ, അല്ലാഹു നിന്നെ സംരക്ഷിക്കും. ഇഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക്, നമ്മുടെ വിദ്യാർത്ഥിനികളോട്, യുവാക്കള് യുവതികളോട് ഇഹ്ഫദില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ തജിദുഹു തുജാഹക്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മുമ്പിൽ അല്ലാഹു പരിഹാരവുമായി വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. وإذا سألت فاسأل الله وإذا استعنت فاستعن بالله, അല്ലാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ടാണ്, റബ്ബിനോടാണ് നിങ്ങൾ ചോദിക്കേണ്ടത്, സഹായമർത്ഥിക്കേണ്ടത്. ഏത് മനുഷ്യനോടോ, അല്ലാഹുവിൻ്റെ ഒരു ആരിഫിനോടോ, ഒരു വലിയനോടോ, ഒരു സ്വാലിഹിനോടോ നിങ്ങൾ ഇസ്തിശ്ഫാഅ് ചെയ്താലും അവരോട് സഹായമർത്ഥിച്ചാലും അതിൻ്റെ ദാതാവ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെയാണ്. അള്ളാഹുവിലൂടെ, അവൻ്റെ സൃഷ്ടികളിലൂടെ അള്ളാഹു ചെയ്യുന്നതാണ് എല്ലാ തരത്തിലുമുള്ള നമുക്ക് ലഭിക്കുന്ന ആശ്വാസങ്ങളും സഹായങ്ങളും. അള്ളാഹു ആകാശത്തുനിന്ന് പൈസ വേണം റബ്ബേ, സമ്പത്ത് വേണമെന്ന് ചോദിച്ചാൽ ആകാശലോകത്ത് നിന്നല്ലാതെ മഴയായി പെയ്യുന്നത് മനുഷ്യരുടെ കൈകളിലൂടെയാണ് അള്ളാഹു തരുന്നത്. എന്നാൽ അവരാ തരുന്നത് അള്ളാഹുവാണ്, അവരെ കൊണ്ടത് ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് കാര്യങ്ങളുടെ അടിസ്ഥാനം അള്ളാഹുവിൻ്റെ ഖമാണ്. നിങ്ങളുടെ അസുഖം മാറാൻ വേണ്ടി എല്ലാവരും അധ്വാനിക്കാൻ തുടങ്ങി, ചികിത്സക്ക് ഫണ്ട് ശേഖരിക്കാൻ തുടങ്ങി. നിങ്ങളുടെ മക്കളെ കെട്ടിക്കണം, അതിന് സഹായം ചെയ്യാൻ എല്ലാവരും തീരുമാനിച്ചു. ഇങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം, ജനങ്ങളെല്ലാവരും ഒരാളും വിട്ടുപോകാതെ, 7 ബില്യൺ ആളുകളുണ്ടെന്നാ പറയാ ലോകത്ത്, ആ 7 ബില്യൺ ആളുകളും അതിൽപ്പെട്ട ഒരാളെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നു എന്നിരിക്കട്ടെ. അല്ലാഹു നിങ്ങൾക്ക് എന്താണോ നിശ്ചയിച്ചത് അത് മാത്രമേ അവർക്ക് നിങ്ങൾക്ക് ചെയ്തു തരാൻ കഴിയുകയുള്ളൂ മോനെ. ആളുകൂടി എന്ന് വിചാരിച്ച് അവരെ കൊണ്ട് ചെയ്യാൻ കഴിയണമെന്നില്ല. ഈ ആളുകളെ മുഴുവൻ അവരുടെ ഹൃദയങ്ങളെ നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ്. നിങ്ങളെ വധിക്കണമെന്നോ കൊല്ലണമെന്നോ ഇല്ലായ്മ ചെയ്യണമെന്നോ തകർക്കണമെന്നോ അപമാനിക്കണമെന്നോ ലോകത്തുള്ള മുഴുവൻ ആളുകളും തീരുമാനിച്ചു. എല്ലാ വ്ളോഗർമാരും, എല്ലാ ചാനലുകാരും, എല്ലാ മീഡിയക്കാരും തീരുമാനിച്ചു എന്ന് വിചാരിക്കാം. ലൻ യദുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക, നിങ്ങൾക്ക് സംഭവിക്കണമെന്ന് റബ്ബ് തീരുമാനിച്ച ഒരു പരീക്ഷണമാണെങ്കിൽ മാത്രമേ അത് അവരുടെ കൈകളിലൂടെ അല്ലാഹു നടത്തുകയുള്ളൂ. ഇല്ലേ അവരാർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അള്ളാഹുവിന്റെ ഖളാ ആണ് നടക്കുന്നത്, അള്ളാഹുവിന്റെ ഖളാ ആണ് മോനെ നടക്കുന്നത്. റുഫിഅത്തിൽ അഖ്ലാം വജഫത്തിസ് സുഹഫ്, പേനകൾ ഉയർത്തപ്പെട്ടു, മലക്കുകളാണ് മനുഷ്യരുടെ ഖദർ ഖളാഉകൾ എന്ന് രേഖപ്പെടുത്തിയത് ലൗഹുൽ മഹ്ഫൂദിൽ. അള്ളാഹു പറഞ്ഞതനുസരിച്ച് പേനകൾ ഉയർത്തപ്പെട്ടു മോനെ, പേജുകൾ ഉണങ്ങിക്കഴിഞ്ഞു. റുഫിഅത്തിൽ അഖ്ലാം വജഫത്തിസ് സുഹഫ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഒരു കൊച്ചുമോനെ മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശിച്ചത് എത്ര മനോഹരമാണിത്. വല്ലാത്തൊരു വസിയ്യത്താണ്. നമ്മുടെ മക്കൾ ക്യാമ്പസുകളിലേക്ക് പോകുമ്പോൾ, സ്കൂളിലേക്ക് പോകുമ്പോൾ, കോളേജുകളിലേക്ക് പോകുമ്പോൾ മോനെ അള്ളാഹുവിനെ സൂക്ഷിക്കണമേ. നിങ്ങൾ പല ജെൻഡറും ഒരുമിച്ച് കൂടുന്ന നിങ്ങളുടെ ക്ലാസ് റൂമുകൾ, നിങ്ങൾ യാത്ര ചെയ്യുന്നത്, നിങ്ങൾ സ്റ്റഡി ടൂർ പോകുന്നത്, നിങ്ങളുടെ ക്യാമ്പസിൽ നടക്കുന്ന ഫെസ്റ്റിവലുകൾ, അവിടുത്തെ പ്രോഗ്രാമുകൾ, ഇതിലൊക്കെ കണ്ണും മനസ്സും കാതും സൂക്ഷിക്കേണ്ടതുണ്ട്. മോനെ അള്ളാഹുവിനെ സൂക്ഷിക്കണമേ. നീ അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ നിന്റെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടായിരുന്ന സ്വഹാബി സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. സഅദ് റളിയല്ലാഹു അൻഹു അറിയപ്പെടുന്നത് മുസ്തജാബുദ് ദഅവ,
ദുആഇന് ഉത്തരമുള്ള സ്വഹാബി എന്ന അർത്ഥത്തിലാണ്. സഅദ് തങ്ങൾ നബിയോട് വന്ന് ചോദിച്ചതാണ്, യാ റസൂലല്ലാഹ്, പുന്നാര നബിയേ, ഉദ്ഉല്ലാഹ അൻ യജ്അലനി മുസ്തജാബദ് ദഅവ, അല്ലാഹുവിനോടൊന്ന് ദുആ ഇറക്കണേ നബിയേ, എൻ്റെ ദുആഇന് ഉത്തരം വേണം, ദുആക്ക് ഉത്തരമുള്ള ആളാവണേ അല്ലാഹ് എന്ന് നബിയെ എനിക്ക് വേണ്ടി അങ്ങ് ദുആ ഇറക്കണേ നബിയെ, അല്ലാഹു എന്നെ ദുആക്ക് ഉത്തരമുള്ള ആളാക്കി തരണം. ഹബീബായ നബി തങ്ങളോട് സഅദ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ പറഞ്ഞു, സഅദേ അത്യിബ് മത്അമക തകുൻ മുസ്തജാബദ് ദഅവ, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം, അതായത് നിങ്ങളുടെ ജോലി, നിങ്ങളുടെ വരുമാനം, നിങ്ങളുടെ സമ്പത്ത് ഹലാലായ വരുമാനമാണെങ്കിൽ ആ ഓരോ മനുഷ്യരുടെ ദുആക്ക് ഉത്തരം ഉണ്ടാവും. മുഅ്മിനീങ്ങളാണെങ്കിൽ ഹലാലാണ് തിന്നുന്നതെങ്കിൽ, തിന്നുക പറഞ്ഞ വെറും തിന്നൽ കുടിക്കൽ മാത്രമല്ല, നിങ്ങൾ ഉപയോഗിക്കുന്നത്, നിങ്ങൾ കഴിക്കുന്നത്, നിങ്ങൾ ഉടുക്കുന്നത്, പലിശയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ അതിലില്ല എന്ന് ഉറപ്പുവരുത്താൻ കഴിയുമെങ്കിൽ. ഞാൻ ചോദിക്കല്ല, നിങ്ങളോട് അതിൻ്റെ ഉത്തരം പറഞ്ഞാൽ മതി. ബാങ്കുമായി ഇടപെട്ട് പലിശ കൊടുക്കാനോ വാങ്ങാനോ ഇല്ലാത്ത എത്ര വീട് നമ്മുടെ മഹല്ലിൽ കാണും. നമ്മുടെ വീടിൻ്റെ ആധാരം, സ്ഥലത്തിൻ്റേത്, ഗോൾഡ്, ഓർണമെൻറ്റ്സുകൾ, ഇതൊക്കെ കൊണ്ടുപോയി പണയപ്പെടുത്തി പലിശ വാങ്ങിക്കാത്ത എത്ര വീടുകൾ നമ്മുടെ നാട്ടിലുണ്ടാവും മുസ്ലിമീങ്ങളുടെ. നമ്മൾ പറയും പലിശ എന്നത് വൻപാപങ്ങളിൽപ്പെട്ട പാപമാണ്. അതിലേറ്റവും ചെറുത് എന്ന് പറയുന്നത് സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിനോളം ഗുരുതരമാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ചെറിയ പലിശ നമ്മൾ പറയില്ലേ, അവിടെ പലിശ കുറവാണ്, ആ ചെറുത് ഇത്ര ഗുരുതരമാണ്. അപ്പം അത് കൊടുക്കുകയും വാങ്ങിക്കുകയും ഒരു മടിയുമില്ലാതെ പലിശ തരാം, മാസാമാസം ഇത്ര അടച്ചു തരാം, അത് അടച്ചു തീർത്താൽ പിന്നെ വേറൊന്ന് കൊണ്ടുപോയി വെക്കും. അപ്പം തന്നെ ചിലർക്ക് ഇതൊരു ലഹരിയാണ്. ബാങ്കിൽ എന്തെങ്കിലും ഇല്ലെങ്കിൽ പിന്നെ ഉറക്കം വരില്ല. ഇങ്ങനത്തെ ആളുകളുടെ ദുആക്ക് എങ്ങനെ ഉത്തരം കിട്ടാനാണ്? വമത്അമുഹു ഹറാം വമൽബസുഹു ഹറാം വഗുദിയ ബിൽ ഹറാം ഫഅന്നാ യുസ്തജാബു ലഹു. തിന്നുന്നതും കഴിക്കുന്നതും വീടും വണ്ടിയും കുട്ടികളുടെ പഠനവും ഒക്കെ പലിശയാണ്. എങ്ങനെ അല്ലാഹു ഉത്തരം തരാനാണ്? ബാങ്കുകളുടെ ജോലിക്ക് നല്ല ശമ്പളം ഉണ്ടാവും, ചിലപ്പോൾ മത്സരമൊക്കെയാണ് ബാങ്കിൽ ജോലി കിട്ടാൻ വേണ്ടിയിട്ട്. അള്ളാഹു യുദ്ധം ചെയ്ത ഒരു പരിപാടി വേണം എന്ന് നമ്മൾ പറയുന്നത് പോലും എത്ര വലിയ തെറ്റാണ്. എത്ര ഹലാലായ ഓപ്ഷനുകൾ ലോകത്തുണ്ട്, എത്ര ഹലാലായ ജോലികൾ ലോകത്തുണ്ട്. പലിശയുമായി ഡയറക്റ്റ് ബന്ധമുള്ള ജോലികൾ നമുക്ക് പാടില്ലാത്തതാണ്. വരുമാനം കുറവായിട്ടല്ല, നല്ല ശമ്പളം ഉണ്ടായിരിക്കും, നല്ല വരുമാനമായിരിക്കും, പക്ഷെ നമുക്കത് പാടില്ല. അപ്പോഴൊക്കെയാണ് ഈമാനും തഖ്വയും ബോധ്യപ്പെടുക. അവിടെയാണ് നമ്മുടെ വിശ്വാസം. നമ്മുടെ മക്കളെ ഒരു ബാങ്കിലൊക്കെ ജോലി കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ വലിയ അഭിമാനത്തോടു കൂടെ പറയും, മോൻ HSBCയിലാണ് ജോലി എടുക്കുന്നത്, എൻ്റെ മോൻ ബാർക്ലേസിലാണ് ജോലി ചെയ്യുന്നത്, വലിയ വലിയ വെസ്റ്റേൺ ബാങ്കുകളിൽ. അത്ഭുതത്തോടുകൂടെ അഭിമാനത്തോടുകൂടെ പറയാം. പലിശയല്ലേ അത്? അവർ തിന്നുന്നത്, അവർ നിങ്ങൾക്ക് അയച്ചു തരുന്നത്, അവരുടെ സമ്പാദ്യം കൊണ്ട് നിങ്ങൾ യാത്ര ചെയ്യുന്നത് ഒക്കെ പലിശയായി പോയില്ലേ? ഫഅന്നാ യുസ്തജാബു ലഹു. എങ്ങനെയാണ് അവർക്ക് ദുആഇന് ഉത്തരം കിട്ടുന്നത് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഅദ് റളിയല്ലാഹു അൻഹു, നബിയേ അങ്ങ് അല്ലാഹുവിനോട് ദുആ ചെയ്യണം, അൻ യജഅലനി മുസ്തജാബദ് ദഅവ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ അങ്ങ് ദുആ ഇറക്കണം. ഹബീബിന്റെ മറുപടി ഒരേ ഒരു വാക്കാണ്, അത്യിബ് മത്അമക തകുൻ മുസ്തജാബദ് ദഅവ. സഅദേ, നിങ്ങൾ കഴിക്കുന്നത് ഹലാലാണ്, ത്വയ്യിബാണ് എന്ന് ഉറപ്പുവരുത്തുക. നല്ലതാവണം, ഹലാലുമാവണം. ഹലാലും ത്വയ്യിബും മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇപ്പോൾ ഈ ചില കാർബണേറ്റഡ് ഡ്രിങ്കുകൾ, പെപ്സി, കോള, സെവനപ്പ് എന്നൊക്കെ പറയില്ലേ, അതെന്താ സംഭവം? ഹലാലാണെന്ന് ചോദിച്ചാൽ ഹലാലാണ്, എന്നാ ത്വയ്യിബാണോ? അല്ല, തടി കേടാവും, തടി കേടാവും. അപ്പോൾ അത് ത്വയ്യിബല്ല. എന്നാ പിന്നെ ഹറാം കാറ്റഗറിയാണോ? ഹറാം കാറ്റഗറി ഒന്നുമല്ല, അത് ഹലാൽ തന്നെയാണ്, ഹലാൽ ബീവറേജ് ആണ്. പക്ഷേ അത് ഹാനികരമാണ്, നിങ്ങളുടെ ഹെൽത്തിനെ സീരിയസ്ലി ഡാമേജ് ചെയ്യും.
അത്തരം പാനീയങ്ങൾ നമ്മളോട് കഴിക്കരുതെന്നാണ് പറഞ്ഞത്. അള്ളാഹു തആല തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റിക്കർ ഒട്ടിക്കുക, പേടിപ്പിക്കൊന്നും വേണ്ട. അള്ളാഹു തആല പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അൺഹെൽത്തി ഡ്രിങ്കുകൾ നിങ്ങൾ കുടിക്കരുത്, അൺഹെൽത്തി ഫുഡ് നിങ്ങൾ കഴിക്കരുത്. ഹലാലും ത്വയ്യിബുമേ അള്ളാഹുവിന് വേണ്ടു. ഒന്ന് ഹലാലായ സമ്പാദ്യം, ഹലാലായ ഭക്ഷണമായിരിക്കണം. പിന്നെ നിങ്ങളുടെ ആരോഗ്യത്തിന് നാശം വരുത്താത്തതുമായിരിക്കണം. അത്തരം കാര്യങ്ങളെ അള്ളാഹു നമുക്ക് അനുവദിച്ചിട്ടുള്ളൂ. ഞാൻ ഉദാഹരണം പറഞ്ഞാണ്. ഇനിയിപ്പോൾ അതിന് കുഴപ്പമൊന്നുമില്ല എന്ന് വല്ല വാദമുണ്ടെങ്കിൽ കുടിച്ചോ. പക്ഷെ അത് ഹാനികരമാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ കിഡ്നി ഡാമേജ് ആയി പോകും, പെട്ടെന്ന് ഡയബറ്റിക് ആയി പോകും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാൽഫങ്ഷൻ സംഭവിക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു ഡേഞ്ചർ, ഏതെങ്കിലും ഒരു പാനീയത്തിന് ആരുടെയെങ്കിലും വളരെ ഒഥൻറ്റിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്കത് കഴിക്കാൻ പാടില്ല. എന്തേ? ശരീരം അള്ളാഹു തന്ന അമാനത്താണ്. ആ അമാനത്തിനെ നശിപ്പിക്കാതെ കൊണ്ടു നടക്കേണ്ടത് നമ്മളെ അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. സഅദ് റളിയല്ലാഹു അൻഹു മക്ക വിജയം നടക്കുമ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു മക്കയിൽ രോഗിയായി. രോഗം വന്നു മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിന്. സഅദ് എന്നവര് പേടിച്ചു. ആ രോഗത്തിലൂടെ മരണം സംഭവിക്കുമെന്ന് ഉറപ്പിച്ചു. ഒരേ ഒരു മോളാണുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിക്കാൻ വേണ്ടി വന്നു. സഅദ് എന്നവരെ രോഗശയ്യയിൽ കാണാൻ വേണ്ടി വന്നു. ലോകത്തിന്റെ ഗുരു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ നബി തങ്ങളെ കണ്ടപ്പോ സഅദ് തങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഖദ് ഇഷ്തദ്ദ ബി അൽ വജഅ വലി മാലുൻ കസീർ. നബിയെ, വല്ലാത്ത വേദനയുണ്ട്, അസുഖം കൂടിയിട്ടുണ്ട് നബിയെ. എനിക്ക് ഒരുപാട് സമ്പത്തുമുണ്ട്. ഫഉരീദു അൻ ഊസിയ ബികുല്ലി മാലി. നബിയെ, വലാ യരിസുനി ഇല്ലാ ബിൻതുൻ ലി. ഒരൊറ്റ മോളേ ഉള്ളൂ നബി എനിക്ക്. ആ മോൾക്ക് സമ്പാദ്യമുണ്ട്. നബിയെ, ഒരൊറ്റ മോളെ എനിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ എൻ്റെ സമ്പത്ത് മുഴുവൻ അള്ളാഹ്ക്ക് വേണ്ടി വസിയത്ത് ചെയ്യട്ടെയോ? സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു. നമ്മൾ വസിയത്തിനെ കുറിച്ചാണ് പറയുമ്പോൾ, വസിയത്ത് ചെയ്യുക എന്ന് പറയുന്ന കർമ്മം, ഞാൻ വസിയത്ത് ചെയ്യട്ടെയോ? എല്ലാം തങ്ങൾ പറഞ്ഞു, ലാ, വേണ്ട, എല്ലാം കൊടുക്കണ്ട. എന്നാ പറഞ്ഞു, സുലുസൈ, എൻ്റെ സമ്പത്തിനെ മുഴുവൻ മൂന്ന് ഭാഗമാക്കിയാൽ ആ 3-ൽ 1 ബാക്കി വെച്ച് ബാക്കി 2ഉം ഞാൻ സ്വതക്ക ചെയ്യട്ടെയോ എന്ന് ചോദിച്ചു. തങ്ങൾ പറഞ്ഞു, അതും ചെയ്യരുത്, അതും വേണ്ട. തങ്ങളോട് ചോദിച്ചു, അസ്സുലുസ യാ റസൂലല്ലാഹ്, എൻ്റെ സമ്പത്തിന്റെ 3-ൽ 1 ഞാൻ വസിയത്താക്കട്ടെ. എൻ്റെ മരണശേഷം ഇന്നാലിന്ന നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കണമെന്ന് ഞാൻ വസിയത്ത് എഴുതി വെച്ചോട്ടെ. തങ്ങൾ പറഞ്ഞു, അസ്സുലുസു والثلث غنياء خير أن تذرهم عالة يتكففون الناس. മക്കൾക്ക് വേണ്ടി സമ്പാദിക്കേണ്ടതുണ്ടോ ഇല്ലയോ? നമ്മളൊക്കെ പറയാറുണ്ട്, മക്കൾ കേടുവരാനിടയുള്ളൊരു ഭാഗമാണത്. എന്നാൽ സമ്പത്തുള്ളത് കൊടുത്ത് തീർത്ത് ഇല്ലായ്മ ചെയ്ത് അനന്തരമെടുക്കാൻ ഒന്നും മക്കൾക്ക് ബാക്കി വെക്കാതെ പോകണോ? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അതും ചെയ്യരുത്. എന്തുകൊണ്ട്? നബി തങ്ങൾ പറയാണ്, ഇന്നക അൻതദറ വറസതക അഗ്നിയാ. സഅദേ, നിങ്ങളുടെ അനന്തരാവകാശികളെ, എത്ര അനന്തരാവകാശി ഉണ്ടെന്നാ പറഞ്ഞത് സഅദ് എന്നവര്? ഒരേ ഒരു മോള്. നബി തങ്ങൾ പറഞ്ഞ വാക്കെന്താ? ഇന്നക അൻതദറ വറസതക അഗ്നിയാ ഖൈറുൻ മിൻ അൻ തദറഹും യതകഫഫൂന അന്നാസ്. നിങ്ങളുടെ അനന്തരാവകാശികളെ 3 അതിലേറെയോ ഉണ്ടെങ്കിലേ വറസത്ത് എന്ന് പറയുള്ളൂ, അല്ലെങ്കിൽ വാരിസത്ത് എന്നേ പറയാം. നിങ്ങളുടെ അനന്തരാവകാശികളെ മിസ്കീന്മാരായി ജനങ്ങളോട് യാചിച്ച് തിന്നുന്ന അവസ്ഥയിൽ പാവപ്പെട്ടവരായി ഇവിടെ ഉപേക്ഷിക്കുന്നതിന് പകരം അവരെ ധനികന്മാരും സമ്പന്നരുമായി അവരെ ഇട്ടേച്ചു പോകലാണ് സഅദേ നിങ്ങൾക്ക് നല്ലത്. മക്കൾക്ക് കൊടുക്കണം. മക്കൾക്ക് ഒന്നും കിട്ടാത്ത രീതിയിൽ മുഴുവൻ എന്ത് ചെയ്യരുത്? വസിയത്ത് ചെയ്യരുത്. ചെയ്യുകയാണെങ്കിൽ സമ്പത്തിന്റെ 3-ൽ 1 അത്ര വരെ ചെയ്യാം, അതിലേറെ വസിയത്ത് ചെയ്യാൻ പാടില്ല. മൊത്തം സമ്പത്ത് എത്ര ഉണ്ടോ അതിൻ്റെ 3-ൽ 1 വസിയത്ത്. നിന്റെ സമ്പത്ത് മുഴുവൻ മരണശേഷം അള്ളാഹിൻ്റെ പള്ളിക്കാണ്, മദ്രസക്കാണ് എന്ന് വസിയത്ത് ചെയ്താൽ പോലും അനന്തരാവകാശികളുടെ അനന്തരാവകാശം കഴിച്ച് 3-ൽ 1 കഴിച്ച് ബാക്കിയാണ് അനന്തരാവകാശം എടുക്കുക. 3-ൽ 1
വസിയത്ത് നടപ്പാക്കും. ബാക്കിയിലെ അനന്തരാവകാശം ഉണ്ടാവുള്ളൂ. അതും അദ്ദേഹത്തിൻ്റെ കടങ്ങളൊക്കെ വീടി ബാക്കിയുണ്ടെങ്കിൽ. അപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹുവിന് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നൊരു വലിയൊരു ഖളാ സംഭവിച്ചത് നബി തങ്ങൾ പറയാം. മക്കയിൽ സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരൻ മരിച്ചിട്ടുണ്ട്. സഅദ് ഇബ്നു ഖൗല അവരുടെ ഒരു സഹോദരനാണ്. മഹാനായ സഅദ് ഇബ്നു ഖൗലയെ സംബന്ധിച്ച് നബി തങ്ങൾ പറഞ്ഞു, ലാകിനിൽ ബാഇസു സഅദ് ഇബ്നു ഖൗല. അവരൊക്കെ മദീനയിൽ നിന്ന് മക്കയിലേക്ക് വന്നവരാ മക്കാ വിജയത്തിന്. മഹാനായ സഅദ് ഇബ്നു ഖൗല, സഅദ് തങ്ങളുടെ ബന്ധുവാണ്. ബഹുമാനപ്പെട്ടവർ മക്കയിൽ വെച്ച് ഭരിച്ചു. സഅദേ, നിങ്ങളുടെ അനന്തരാവകാശികൾ അവരെ നിങ്ങൾ മിസ്കീന്മാരായി ഇടുന്നതിനേക്കാളൊക്കെ നല്ലത് അവരെ മുതലാളിമാരാക്കി ഇടലാണ്. എന്ന സമ്പത്ത് അവർക്കും ബാക്കി വെക്കണം. സുബ്ഹാനല്ലാഹ്, സംഭവിച്ചെന്താണെന്നറിയോ? സഅദ് എന്നവർ ആ അസുഖത്തിൽ മരിച്ചിട്ടില്ല. സഅദ് റളിയല്ലാഹു അൻഹു പിന്നെയും ജീവിച്ചു. 10 മക്കളുണ്ടായിട്ടാണ് സഅദ് എന്നവർ മരിക്കുന്നത്. സഅദ് തങ്ങൾ വഫാത്താകുമ്പോൾ സഅദ് എന്നവർ അനന്തരമെടുക്കാൻ അശറത്തും മിനൽ വലദ് 10 മക്കളുണ്ടായിരുന്നു എന്ന് കാണാൻ കഴിയും. അത് തങ്ങൾ പറഞ്ഞതാ. ഒരു മോളല്ലേ ഉള്ളൂ നബിയെ, ഓൾക്ക് ഇത്രയൊന്നും വേണ്ടല്ലോ, ഞാൻ മുഴുവൻ കൊടുത്തോട്ടെ. ഒരു മോള്. തങ്ങൾ അവിടെ തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് അനന്തരാവകാശികൾ വരാനുണ്ട്. ഈ രോഗത്തിൽ നിങ്ങൾ മരിക്കുന്നില്ല, നിങ്ങൾക്ക് ഇനിയും അല്ലാഹു ആയുസ്സ് തരും. ഇറാഖിൽ നടന്നൊരു യുദ്ധം, പേർഷ്യയിൽ നടന്ന യുദ്ധം, ഖാദിസിയ എന്ന് പറയുന്ന ഇറാനിൽ നടന്ന വലിയൊരു യുദ്ധമുണ്ട്. അതിനൊക്കെ നേതൃത്വം കൊടുത്ത സ്വഹാബിയാണ്. നഹാവന്ത് യുദ്ധത്തിലുണ്ട് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. ഉമർ എന്നവരൊക്കെ ചോദിക്കുന്നുണ്ട്, സഅദേ, നഹാവന്തിൽ ആരൊക്കെയാണ് ഷഹീദായത്? ഖാല ഫുലാനുൻ വ ഫുലാനുൻ വ ഫുലാൻ. കുറേ സ്വഹാബിമാരുടെ പേര് പറഞ്ഞു. ഉമർ തങ്ങൾ ചോദിച്ചു, സഅദേ, ഇനി ആരെങ്കിലും ഉണ്ടോ? വ ഫുലാനുൻ വ ഫുലാൻ വ ഫുലാൻ. സ്വഹാബിയുടെ പേര്. അവരൊക്കെ ഷഹീദായി നബി, അവരൊക്കെ ഷഹീദായി. ഇനി ആരെങ്കിലും ഉണ്ടോ? വ ഫുലാനുൻ വ ഫുലാൻ. ഇനിയും ഉണ്ട് അമീറുൽ മുഅ്മിനീൻ, പേര് ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, സഅദേ, ആ ഷഹീദായവരുടെ പേരോ നാടോ നിങ്ങൾക്കറിയില്ലെങ്കിൽ എന്താ? അല്ലാഹു അറഫഹും, അല്ലാഹുവിനവരറിയാം, അവരൊക്കെ ശുഹദാക്കളാണ് എന്ന് മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞത് സഅദ് എന്നവരോടാണ്. പേർഷ്യൻ രാജാവിന്റെ കൊട്ടാരത്തിന്റെ മുന്നിലുണ്ടായിരുന്ന ആയിരക്കണക്കിന് മുത്തുകൾ, ഞാൻ അങ്ങനെ തന്നെ പറയാം, ആയിരക്കണക്കിന് മുത്തുകളും പവിഴങ്ങളും ഉണ്ടായിരുന്ന വലിയൊരു കാർപ്പറ്റ്, കോടിക്കണക്കിന് രൂപകൾ വിലമതിക്കുമായിരുന്ന വലിയൊരു ആർഭാടത്തിന്റെ കാർപ്പറ്റ് മദീനയിലേക്ക് കൊണ്ടുവന്നത് സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ സംഘമാണ്. ഖാദിസിയ യുദ്ധം കഴിഞ്ഞിട്ട് ആ സംഘത്തെക്കുറിച്ചാണ് മഹാനായ ഉമർ എന്നവർ പറഞ്ഞത്, ഇന്ന ഹൗലാഇ ലഉമനാ. ഈ ദൗത്യം ചെയ്ത മുഴുവൻ ആളുകളും സത്യസന്ധന്മാരാണ്, അവർ ഏറ്റവും നല്ല നന്മ ചെയ്തവരാണ്, അവർ സത്യസന്ധന്മാരാണ്. ആ സമയത്ത് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമറേ, അമീറുൽ മുഅ്മിനീൻ, അവർ സത്യസന്ധന്മാരായതിൽ എന്ത് അത്ഭുതമുണ്ട്. നിങ്ങൾ സത്യസന്ധനാണ്, അപ്പോൾ നിങ്ങളുടെ അനുയായികൾ സത്യസന്ധരാണ്. നിങ്ങൾ സുഖലോലുപനായിരുന്നുവെങ്കിൽ നിങ്ങളുടെ അനുയായികളും ഇന്ന് കെട്ടുകൊണ്ടുപോയി സുഖിക്കുമായിരുന്നു. പക്ഷെ നിങ്ങളുടെ മാതൃക അതല്ല. നിങ്ങൾ സത്യം കാണിച്ചു കൊടുത്തു ഉമറേ, അതുകൊണ്ട് അവരും സത്യമാണ് ചെയ്തത്. ഇതിനൊക്കെ നേതൃത്വം കൊടുത്ത ആളാണ്. അതൊക്കെ തങ്ങളുടെ വഫാത്തിന് ശേഷം. തങ്ങൾ ജീവിച്ചിരിക്കുമെന്ന് തന്നെ നബിയെ, ഞാൻ മരിക്കാനായല്ലോ എന്നാണ് പറഞ്ഞത്. തങ്ങളുടെ സൂചന കൊടുത്തു, മരിക്കാനായിട്ടില്ല. അങ്ങനെ സഅദ് എന്നവർ രോഗം മാറി മദീനയിലേക്ക് തിരിച്ചു വന്നു. മഹാനായ സിദ്ദീഖ് എന്നിവരുടെ കാലം, ഉമർ എന്നിവരുടെ കാലം, ഉസ്മാൻ തങ്ങളുടെ കാലം വരെ ജീവിച്ചു. മഹാനവരുടെ മരണം നടന്ന ഏത് ഖിലാഫത്തിലാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തെ ഫുതൂഹാത്തുകളിൽ മുഴുവൻ സഅദ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ കഴിയും. റളിയല്ലാഹു തആല അൻഹു. സഅദ് റളിയല്ലാഹു അൻഹു മരണമാസന്നമായപ്പോ സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസുണ്ട്, ഇൽഹദൂലി ലഹദാ. മഹാനവരുടെ അസറാണത്. ഇൽഹദൂലി ലഹദാ, നിങ്ങൾ എനിക്ക് ലഹദ് പോലെയുള്ള ഖബർ കുഴിക്കണം. ഖബർ 2 വിധമാണ്, ഷഖ്, ലഹദ്. നമ്മുടെ നാട്ടിലൊക്കെ ഷക്കാണ്, ഉറച്ച ഭൂമിയാണെങ്കിൽ നേരെ കുഴിയെടുക്കുക, മയ്യത്തിനെ നേരെ കിടത്തുക, മേലെ മൂടുക. ലഹദ് എന്ന് പറഞ്ഞാൽ ഖബർ ഒരു വലിയ കുഴിയെടുക്കുക, ഉള്ളിലേക്ക് തുരന്ന് ഒരു കുഴിയെടുക്കുക. നിങ്ങൾ സൗദി അറേബ്യയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഗൾഫ് നാടുകളിലൊക്കെ ലഹദ ചെയ്യുക. ഇടിയുന്ന മണ്ണാണ്. അപ്പോൾ മണ്ണിൻ്റെ അടിഭാഗം കൊണ്ടുപോയി തുരന്നിട്ട് ഒരു മയ്യത്തിന് കിടക്കാനുള്ള സ്ഥലം വെക്കും, ബാക്കി അവിടെ നടക്കും, പിന്നെ അങ്ങ് മണ്ണിട്ട് മൂടും. അതിനാണ് ലഹദ് എന്ന് പറയുക. ഇൽഹദൂലി ലഹദാ. ഹബീബായ നബി തങ്ങളെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറവ് ചെയ്ത പോലെ എന്നെ ലഹദിലാണ് മറവ് ചെയ്യേണ്ടത്.
വൻസബു അലയ്യൽ ലബിന നസബാ, എൻ്റെ ഖബറിൻ്റെ മുകളിൽ ഒരു കല്ല് നിങ്ങൾ ഉയർത്തി വെക്കുക, മീസാൻ കല്ല് വെക്കുക. കമാ ഫുഇല ബിറസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂലിന് ചെയ്യപ്പെട്ടതുപോലെ. അത്രയും ലളിതമായി മരിച്ചു പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ അങ്ങനെയാണ് എന്നോട് ചെയ്യേണ്ടത് എന്ന് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. സഅദ് എന്നവർക്ക് പിറകെ നമ്മൾ ഓർക്കുകയാണ് അംറു ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. ദാഹിയത്തും മിൻ അദ്ഹൽ അറബ്, അറബ് ലോകം കണ്ട, ഉമ്മത്ത് കണ്ട ഏറ്റവും വലിയ ബുദ്ധിമാനായിരുന്നു, യുക്തിയുള്ള മഹാനായിരുന്നു അംറു ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. ആഫ്രിക്കയിലേക്ക് ദീനിന്റെ വെളിച്ചം കൊണ്ടുപോയ സ്വഹാബി. മഹാന്റെ മരണം അവരുടെ മകനായ അബ്ദുല്ലാഹി ഇബ്നു അംറു ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നുണ്ട്. അംറു ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു മരണമാസന്നമായപ്പോൾ ചുമരിലേക്ക് മുഖം പൊത്തിയിട്ട് കരഞ്ഞിട്ടുണ്ട്. സഅദ് റളിയല്ലാഹു അൻഹു ചുമരിലേക്ക് മുഖം പൊത്തി കരഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ സൂചിപ്പിച്ചത് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ദീൻ എത്ര പഠിച്ചാലും തീരാത്തൊരു ലോകമാണ്, എത്ര പറഞ്ഞാലും തീരാത്തൊരു ലോകമാണ്. അപ്പം അത് നമ്മുടെ പള്ളിയിൽ ഖുതുബ നിർവഹിക്കുന്ന ഉസ്താദുമാർ വെള്ളിയാഴ്ച ദിവസം ഖുതുബക്ക് മുമ്പോ ശേഷമൊക്കെ ചിലയിടത്ത് വഅലുകളുണ്ടാവും, പ്രഭാഷണങ്ങളുണ്ടാവും, നാട്ടിൽ വഅലുകളുണ്ടാവും, പ്രഭാഷണങ്ങളുണ്ടാവും. ജനങ്ങൾ ഇൽമ് പഠിക്കണം, അറിയണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവർക്കത് വായിക്കാനും പഠിക്കാനും കിതാബ് ഓതാനും സമയം കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ എപ്പോഴും പറഞ്ഞ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, കേട്ടതന്നെ അവർ കേട്ടുകൊണ്ടിരിക്കുക. പുതിയൊരു കാര്യവും ജനങ്ങൾക്ക് ലഭിക്കാതിരിക്കുമ്പോൾ മടുപ്പ് വരുന്നത് സ്വാഭാവികമാണ്. ആ മടുപ്പ് ദീനിനോടുള്ള മടുപ്പായിട്ട് മാറും. അതുകൊണ്ട് എൻ്റെ കൂടെയുള്ള വഅദ് പറയുന്ന, നസീഹത്ത് ചെയ്യുന്ന എൻ്റെ കൂടെയുള്ള ഉസ്താദുമാരോട് ഒന്ന് ഉണർത്തുകയാണ്. ഞാനത് ഉണർത്താൻ ആളല്ല, അതിനർഹതയുള്ള ആളൊന്നുമല്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാണ്, നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം, നന്നായിട്ട് മുത്താല ചെയ്യേണ്ടതുണ്ട്. ഒരുപാട് പുതിയ പുതിയ അറിവുകൾ ഉമ്മത്തിന് പകർന്നു കൊടുക്കേണ്ട. അത് നമുക്ക് സമയമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഈ പണി അപ്പം നിർത്തണം. കാരണം ജനങ്ങൾക്ക് മടുപ്പ് വരും കേട്ട തന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ. ഒരുപാട് അറിവുകൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അതിന് നമുക്ക് സമയമുണ്ടെങ്കിലേ നമ്മൾ ഇത്തരം വേദികൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. എന്തിനെന്നറിയോ? ദീനിനോടൊരു മടുപ്പ് വരാതിരിക്കാൻ വേണ്ടി. ഖുർആൻ്റെ തഫ്സീറിൻ്റെ വിഷയം അങ്ങനെയാണ്. ശുദ്ധ ഖുർആൻ്റെ തഫ്സീർ അത് വെറും ഒരു അർത്ഥമോ ഒരു പരിഭാഷയോ വായിച്ചിട്ട് ഖുർആൻ ക്ലാസ് എടുത്തു കൊടുക്കുക, അങ്ങനെ ഉണ്ടാവും. പെണ്ണുങ്ങൾക്ക് ക്ലാസ് എടുക്കുകയാണ്, അപ്പോൾ ഒരു പരിഭാഷ വായിച്ചിട്ട് ഉസ്താദിന് പറഞ്ഞു കൊടുത്താൽ മതി. അത് തെറ്റ് എന്ന് ഞാൻ പറയില്ല. പക്ഷേ ഖുർആനിൻ്റെ ഒരു നൂറുണ്ട്, ഒരു ബസീറത്തുണ്ട്, ഖുർആനിന് ആഴമേറിയ ചില ആശയങ്ങളുണ്ട്. അതൊന്നും പരിഭാഷയിൽ കിട്ടിക്കൊള്ളുന്നില്ല. അതതിൻ്റെ അർത്ഥവും ഖുർആനിൻ്റെ ശരിയായ അറിവും അള്ളാഹുവിനോട് തരാൻ വേണ്ടി ദുആരക്കുക. അപ്പോൾ അതിൻ്റെ ചില വസായിലുകൾ നമ്മുടെ മുമ്പിലേക്ക് അള്ളാഹു താല ഇട്ടു തരും. അത് എന്ന് നമുക്ക് ലഭിക്കുന്നുണ്ടോ, സാധ്യമാണോ, അന്നേ ഈ ഖുർആൻ ക്ലാസ് തുടങ്ങാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് കേട്ട് പഠിച്ചവനെ ഇതിന് ഇത്രേ അർത്ഥമുള്ളൂ, ഇതാ അപ്പോൾ വലിയ ഖുർആൻ്റെ മൂന്നിലൊന്ന് എന്ന് പറഞ്ഞ സൂറത്ത് എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ. ഖുർആനിനോട് അനാദരവ് വരും. നമുക്കറിവില്ലായ്മ, നമ്മുടെ അറിവില്ലായ്മ ജനങ്ങൾ അറിയുമ്പോൾ അള്ളാഹുവിൻ്റെ കലാമിനോട് മടുപ്പ് വരും. അതുകൊണ്ട് ദയവ് ചെയ്ത്, ഞാൻ വളരെ പേടിക്കുന്നു, ഞാനൊന്നത് പറയാൻ അർഹനല്ല കേട്ടോ, ഒരിക്കലുമല്ല. ഞാൻ എന്നോട് ഞാൻ പറയാണ് ഊസിക്കും ഇയ്യായ ഔവലൻ ബിനഫ്സി ഔവലൻ നഫ്സി ബി തഖ്വല്ലാഹ്. അള്ളാഹുവിനെ തഖ്വ ചെയ്യാനും അള്ളാഹുവിൻ്റെ ദീനാണ്. അതുകൊണ്ട് ഒരിക്കലും ജനങ്ങൾക്ക് ഖുർആനെ സംബന്ധിച്ചുള്ള മതിപ്പ് കുറഞ്ഞു പോകരുത്. നമ്മുടെ ഒരു ക്ലാസ് കൊണ്ട് ഖുർആൻ ഇത്രയേ ഉള്ളൂ അതിനാശയം എന്ന് തോന്നുന്ന വിധമായി പോകരുത്. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം, നന്നായിട്ട് ഹോംവർക്ക് ചെയ്യണം, നന്നായിട്ട് ബാക്കിൽ പ്രവൃത്തി സമയം ഉറക്കൊഴിച്ച് നമ്മൾ മുതാലഅ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ഓരോരോ ക്ലാസ്സിലും പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. എപ്പോഴും പുതിയത് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. എന്നാലും ദീനിനോടൊരു പുതുമ തോന്നണം. ഇൽമ് തീർന്നു എന്ന് തോന്നരുത്. ആകെ ഉസ്താദ്മാർക്ക് ഒരു യൂസുഫ് നബിൻ്റെ ചരിത്രം, ഇബ്രാഹിം നബിൻ്റെ കഥയെ പറയാനുള്ളൂ, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്നൊരിക്കലും തോന്നിപ്പോകരുത്. കാരണം ഇൽമിൻ്റെ ബഹറല്ലേ ദീൻ എന്ന് പറയുന്നത്. ഉസ്താദ്മാർക്ക് സമയമില്ലാത്തത് കൊണ്ടായിരിക്കും. പക്ഷെ ഞാൻ പറയാണ്, വഅദ് പറയുന്ന ആളുകൾ ദയവ് ചെയ്ത് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. അത് ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഇത് ദീനാണ്, ഇതൊരു വലിയ അമാനത്താണ്. ആ അമാനത്ത്
നമ്മളെ കൊണ്ടതിൻ്റെ കുറവ് വരരുത്. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഒരു ഭാഗം ഞാൻ സൗകര്യപൂർവ്വം മാറ്റിവെക്കുകയാണ്. മഹാനവറുകൾ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ആഫ്രിക്കയിലേക്ക് ദീനുമായി കടന്നു ചെന്ന ആദ്യത്തെ ആഫ്രിക്കയിലെ മസ്ജിദ് അംർ ഇബ്നുൽ ആസ് തങ്ങൾ ഉണ്ടാക്കിയ മസ്ജിദാണ്. ഇന്നോടുണ്ട് ഈജിപ്തിലെ ഖൈറോ ഇപ്പോൾ അതിൻ്റെ പുനരുദ്ധാരണമൊക്കെ കഴിഞ്ഞ് പള്ളിയൊക്കെ ഓപ്പണായി കൊടുത്തിട്ട് പൊട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞ 3 വിഷയങ്ങളുണ്ട്. മോനെ അബ്ദുല്ലാഹിബിൻ അംർ ഇബ്നുൽ ആസ് എന്നവർ വാപ്പയോട് ചോദിക്കുകയാണ്, വാപ്പാ നിങ്ങൾ പറയുമായിരുന്നില്ലേ വാപ്പ, ആരെങ്കിലും മരിച്ചുപോയ ആളുകൾ മരണത്തിൻ്റെ രംഗം എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. ഇപ്പം നിങ്ങൾ മരിക്കുകയല്ലേ, അങ്ങേക്ക് പറഞ്ഞെന്നൂടെ? മഹാനായ സഅദ് എന്നവർ, മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ആ രംഗം വിവരിച്ചു കൊടുക്കുന്നുണ്ട്. മോനെ, റിളവാ പർവ്വതം തലയിലേക്ക് വീഴുന്ന പോലെ, വാളും കുന്തവും എൻ്റെ വയറ്റിൻ്റെ ഉള്ളിൽ കിടന്ന് പിടയുന്ന പോലെ മരണത്തിൻ്റെ വേദന അസഹ്യമാണ് മോനെ. ഇത് പറഞ്ഞിട്ട് മഹാനവറുകൾ പറഞ്ഞു, ഞാൻ ഈ വിവരിച്ചതൊന്നും മരണത്തിൻ്റെ യഥാർത്ഥ അനുഭവമായിരിക്കണമെന്നില്ല മോനെ എന്ന് പറഞ്ഞ് കരയുമ്പോൾ, ഉപ്പാ നിങ്ങൾ എന്തിനാ കരയുന്നത്? ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ ജീവിച്ചവരല്ലയോ നിങ്ങൾ? മോനെ, എനിക്ക് 3 കാലഘട്ടം കഴിഞ്ഞു പോയി മോനെ. ഒന്ന്, എനിക്കൊരറിവുമില്ലാത്ത കാലം. അന്ന് ഹബീബിനോട് എനിക്ക് ദേഷ്യമായിരുന്നു. തങ്ങളെ കണ്ടാൽ കൊല്ലണമെന്ന് ഞാൻ വിചാരിച്ചിരുന്ന സമയമുണ്ട്. ഞാൻ അന്ന് മരിച്ചിരുന്നെങ്കിൽ ഞാൻ നരകത്തിലേക്ക് ഉറപ്പാണ്. പിന്നെ അള്ളാഹു എനിക്ക് ഇസ്ലാം തന്നു, ഈമാൻ തന്നു. ഞാൻ ഹബീബിനെ സ്നേഹിച്ചു. എൻ്റെ കണ്ണുകൊണ്ട് ഹബീബിനെ കണ്ണ് നിറയെ ഒന്ന് നോക്കാൻ പോലും എനിക്ക് കഴിയുമായിരുന്നില്ല. ബഹുമാനം കൊണ്ട്, ഹബീബിൻ്റെ മുഖത്തെ വഖാറുകൊണ്ട്. ആ ഹബീബായ നബി തങ്ങളുടെ കൂടെ ജീവിച്ച കാലം ഞാൻ മരിച്ചിരുന്നെങ്കിൽ എനിക്ക് സ്വർഗം കിട്ടുമായിരുന്നു. പക്ഷേ അതിന് ശേഷം അധികാരങ്ങൾ ഏൽപ്പിക്കപ്പെട്ടു. ഞാൻ ആഫ്രിക്കയുടെ അമീറായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വാലിയാണ്, ഗവർണറാണ്. അങ്ങനെ ഒരുപാട് സമ്പത്ത് കൈകാര്യം ചെയ്യേണ്ട അവസ്ഥകൾ വന്നു. അതിൻ്റെ പേരിൽ നാളെ അള്ളാഹു എന്നെ പിടിക്കുമോ എന്ന് പേടിയാകുന്നു മോനെ. എനിക്ക് പേടിയാവും. ഞാൻ മരിച്ചാൽ ആരും എൻ്റെ മരണത്തിൽ കരയരുത് കേട്ടോ. എൻ്റെ ഖബറിൻ്റെ അടുത്ത് 1 മണിക്കൂർ നേരം നിങ്ങൾ നിൽക്കണം. എനിക്ക് തൽഖീൻ ചൊല്ലിത്തരണം. എനിക്ക് നിങ്ങൾ അവിടെ നിൽക്കുന്നത് എനിക്ക് മലക്കുകളുടെ ചോദ്യത്തിന് ഉത്തരം ചെയ്യാൻ എന്നെ സഹായിക്കും. മഹാൻ പറഞ്ഞ വാക്കതാണ്. നിങ്ങൾ അവിടെ നിൽക്കണമേ. ഖദ്റമാ യുദ്ബഹു ജസൂർ, ഒരു ഒട്ടകത്തെ അറുത്തതിൻ്റെ മാംസം വിതരണം ചെയ്യുന്ന സമയം 1 മണിക്കൂർ നേരം നിങ്ങൾ എന്നോട് ഇട്ടേച്ചു പോകല്ലേ, എന്നെ മറവ് ചെയ്ത് 1 മണിക്കൂർ നേരം എൻ്റെ അടുത്ത് നിൽക്കണേ. യാ അല്ലാഹ്, എന്തിന്? ലിഅസ്തഅനിസബിക്കും, നിങ്ങളുടെ ആ ഒരു സാമീപ്യം കാരണം എനിക്ക് സമാധാനമുണ്ടാകും. അതുമാത്രമല്ല വഉജീബ്, എനിക്ക് ഉത്തരം കൊടുക്കാൻ പറ്റും. എൻ്റെ മലക്കുകളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റും. നിങ്ങൾ ഉണ്ടാകുമ്പോൾ എനിക്കൊരു ആശ്വാസമാണ്. ആ ചോദ്യം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പോയിക്കോളി. 1 മണിക്കൂർ നേരം എന്നെ മറവ് ചെയ്ത് അവിടെ നിൽക്കണേ, പെട്ടെന്ന് ഓടിപ്പോരരുതേ എന്ന് വസീയത്ത് ചെയ്ത മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവേ, ആ നേരം നീ ഞങ്ങൾക്ക് ഖൈറാക്കി തരണമേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, ഞാൻ നിങ്ങളോട് പറഞ്ഞ സമയമായി ഏകദേശം. മുആദ് റളിയല്ലാഹു അൻഹു വഫാത്താകുമ്പോൾ മുആദ് എന്നവരോട് സ്വഹാബിമാരെ, മുആദ് എന്നവരെ ഞങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു തരിൻ. അപ്പൊ പറഞ്ഞു, അജ്ലിസൂനി, എന്നെ ഒന്ന് ഇരുത്തി തരണമേ. മുആദ് റളിയല്ലാഹു അൻഹു ആരാന്നറിയോ? സയ്യിദുൽ ഉലമാ എന്ന് മഹാന്മാർ വിളിച്ച സ്വഹാബിയാണ്. ഉലമാക്കളുടെ നേതാവ്. വസാബിഖുഹും ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക് ഉലമാ എത്തുന്നതിന്റെ മുമ്പ് പണ്ഡിതന്മാരെ നയിച്ചുകൊണ്ട് മുന്നിലെത്തുന്ന മഹാനാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. മരിക്കുമ്പോൾ എത്ര വയസ്സെന്നറിയോ? 34 വയസ്സായിരുന്നു. 34 വയസ്സ്. ആ പ്രായത്തിൽ വഫാത്തായ മുആദ് എന്നവർ ലോക പണ്ഡിതന്മാരുടെ, സ്വഹാബികളിലെ പണ്ഡിതന്മാരുടെ ഒക്കെ ഇമാമാണ്. അങ്ങനത്തെ മഹാൻ. അജ്ലിസൂനി, എന്നെ ഒന്ന് ഇരുത്തിത്തരേണമേ. ഇന്നൽ ഇൽമ വൽ ഈമാന മകാനഹുമാ മൻ ഇബ്തഗാഹുമാ വജദഹുമാ. ഒരു ആലിം പഠിക്കാൻ വരുന്ന പണ്ഡിതന്മാരോട്, വിദ്യാർത്ഥികളോട്, റിസർച്ച് ചെയ്യാൻ ആഗ്രഹമുള്ള മുഴുവൻ ആളുകൾക്കും ഏറ്റവും വലിയ ഇൻസ്പിറേഷനായി പറഞ്ഞു കൊടുക്കുന്ന വാക്കുകൾ, മരണസമയത്ത് പറഞ്ഞ ഈ വാക്കുകൾ, ഇന്നൽ ഇൽമ വൽ ഈമാന മകാനഹുമാ, ഈമാനും അറിവും അതിൻ്റെ സ്ഥാനങ്ങളിൽ തന്നെയുണ്ട്. മനിബ്തഗാഹുമാ വജദഹുമാ, ആരാണോ അത് അന്വേഷിച്ചു പോകുന്നത് അവർക്കത് ലഭിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ, മുആദ് എന്ന ആലിം റളിയല്ലാഹു അൻഹു, മുആദ് ഇബ്നു ജബൽ തങ്ങൾ തോളിൽ കൈവച്ചുകൊണ്ടാണ് 16 വയസ്സുള്ളപ്പോൾ, മുആദേ ഇന്നി ഉഹിബ്ബുക യാ മുആദ്,
മുആദേ എനിക്ക് നിങ്ങളോട് ഇഷ്ടമാണ്. അതുകൊണ്ട് നിസ്കാരം കഴിഞ്ഞാൽ പറയാൻ മറക്കരുതേ അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക്. നിസ്കാരം കഴിഞ്ഞാൽ ചൊല്ലേണ്ട ആ ദിക്ർ മുആദ് എന്നവർക്കാണ് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തത്, നമുക്കൊക്കെ പഠിക്കാൻ വേണ്ടി. ഇന്നി ഉഹിബ്ബുക യാ മുആദ്, മുആദേ എനിക്ക് നിങ്ങളോട് ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ മുആദ് എന്നവർ തിരിച്ച് വല്ലാഹി ഇന്നി ഉഹിബ്ബുക യാ റസൂലല്ലാഹ്, നബിയേ അങ്ങയോട് എനിക്കും ഇഷ്ടമാണ് നബിയേ. എന്നാ മുആദേ ആ സ്നേഹം വെച്ച് ഞാൻ പറഞ്ഞോട്ടെ, ഫലാ തദഅന്ന അൻ തഖൂല ദുബറ കുല്ലി സ്വലാ, ഓരോ നിസ്കാരം കഴിയുമ്പോഴും പറയാൻ മറക്കരുതേ അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക, പടച്ചവനെ നിന്നെ ഓർക്കാൻ എന്നെ സഹായിക്കണേ, ദിക്ർ ചൊല്ലാൻ, വശുക്രിക അൽഹംദുലില്ലാ പറയാൻ, വഹുസ്നി ഇബാദതിക് ഇബാദത്ത് നന്നായിട്ട് ചെയ്യാൻ. ഒരു നിസ്കാരം കഴിഞ്ഞു, ഇനി അടുത്ത നിസ്കാരമെങ്കിലും നല്ല നിലക്ക് നിർവഹിക്കണം. അതിന് ഇപ്പോഴേ ദ്വാരക്കാൻ വേണ്ടി പറയാ, അഇന്നി അലാ ശുക്രിക അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക്. ഇത് പറയാൻ മറക്കരുത് മുആദ്. മഹാനായ മുആദ് എന്നവരെ യമനിലേക്ക് യാത്രയാക്കി റസൂലുള്ളാഹി തങ്ങൾ പോകുമ്പോൾ പറഞ്ഞു, മുആദേ നിങ്ങൾ ഇനി തിരിച്ചു വരുമ്പോൾ എന്നെ കണ്ടില്ല എന്ന് വരും. പറഞ്ഞ പോലെ അവിടെ തിരിച്ചു വരുമ്പോഴേക്കും ഹബീബായ തങ്ങൾ വഫാത്തായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നെ ഇരുത്തേണമേ, അജ്ലിസൂനി ഇന്നൽ ഇൽമ വൽ ഈമാന മകാനഹുമാ മനിബ്തഗാഹുമാ വജദഹുമാ. ഒരു ആലിമ മരിക്കുന്നതോടുകൂടെ ഇൽമ ഇല്ലാതെയായി പോകുന്നില്ല. ഒരു ഈമാനുള്ള ആൾ മരിക്കുന്നതോടുകൂടെ ഈമാൻ പാടെ നശിച്ചു പോകുന്നില്ല. ഈമാനും അറിവും അതിൻ്റെ സ്ഥാനങ്ങളിൽ അപ്പോഴും ബാക്കിയുണ്ട്. മനിബ്തഗാഹുമാ വജദഹുമാ, ആര് അത് അന്വേഷിച്ചു പോകുന്നുണ്ടോ അവർക്കത് ലഭിക്കുന്നുമുണ്ട്. അറിയണം ഇൽമ്. എല്ലാ സദസ്സിലേക്കും ഒരുമിച്ച് കൂടുന്ന എത്ര ആളുകളുണ്ട് ഇവിടെ? അവരൊക്കെ ഇൽമിൻ്റെ മജ്ലിസുകൾ തേടി നടക്കുക അതിൻ്റെ ഫضല് കിട്ടാൻ വേണ്ടിയിട്ട്. അതിലൂടെ മറന്നുപോയത് ഓർമ്മിക്കാം, പുതിയത് കിട്ടുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്നിൽ നിന്നൊന്നും കിട്ടാണ്ടാവില്ല. പക്ഷേ അവരൊക്കെ അവരുടെ വിനയവും താഴ്മയുമാണത്, ഒരു അഹങ്കാരവും ഇല്ലാത്തതിൻ്റെ പേരിൽ. അല്ലെങ്കിൽ ഇന്നെ പോലത്തെ ഒരു മുതഅല്ലിമിൻ്റെ ഒരു സദസ്സിലൊന്ന് വന്നിരിക്കേണ്ട ഒരു അവസ്ഥ അവർക്കില്ല. അവരൊക്കെ ഇത്ര വലിയ പ്രൗഢമായ ഗ്രന്ഥങ്ങൾ ഒരുപാട് എഴുതിക്കൊണ്ടിരിക്കുന്നവരാണ്. എന്തേന്നറിയോ, ഈമാനും ഇൽമും നിങ്ങൾ അന്വേഷിച്ചിറങ്ങുന്നുണ്ടോ അതിൻ്റെ സ്ഥാനങ്ങൾ ആര് മരിച്ചു പോയാലും അവിടങ്ങളിൽ ബാക്കിയുണ്ട്. മുആദ് എന്നവർ പറയാ, നിരാശപ്പെടരുത്, അറിവ് അന്വേഷിച്ചു പോകണം, ഇൽമ അന്വേഷിച്ചു പോകണം, ഈമാൻ അന്വേഷിച്ചു പോകണം. ഈമാൻ അന്വേഷിച്ചു പോകണം. തൊട്ടടുത്ത മഹല്ലിലായിരിക്കും പരിപാടി ഉണ്ടാവുക, അങ്ങോട്ട് പോകണം, എൻ്റെ നാട്ടിലല്ലല്ലോ എന്ന് പറയരുത്. ഒരുപക്ഷെ ഈമാനും തഖ്വയും വർദ്ധിക്കുന്നത് അവിടെയുള്ളൊരു മഹാനെ കാണുമ്പോഴായിരിക്കും, അവിടുത്തെ ഒരു ദുആയായിരിക്കും, ഒരു മജ്ലിസുന്നൂറായിരിക്കും, ഒരു ദിക്റായിരിക്കും, ഒരു നസ്വീഹത്തിലായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടരുതേ. ഇന്നൽ ഇൽമ വൽ ഈമാന മകാനഹുമാ, ഇൽമും ഈമാനും അതിൻ്റെ സ്ഥാനങ്ങളിൽ തന്നെയുണ്ട്. മനിബ്തഗാഹുമാ വജദഹുമാ, ആരത് അന്വേഷിച്ചു പോകുന്നുണ്ടോ അവർക്കത് ലഭിക്കുന്നുണ്ട്. ശരിയല്ലേ? അന്വേഷിച്ചു പോകുന്നവർക്കത് കിട്ടുന്നുണ്ട്. ഇല്ല, ഞാൻ അത്യാവശ്യം പഠിച്ചിട്ടുണ്ട് മതി എന്ന് പറയുന്നവർക്കത് കിട്ടിക്കൊള്ളണമെന്നില്ല. യാ അല്ലാഹ്. മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ ഷാമിൽ വഫാത്തായ സ്വഹാബിയാണ് അബൂദർദാ റളിയല്ലാഹു അൻഹു. സ്വഹാബിമാരിൽ അവസാന കാലങ്ങളിൽ ഒരുപാട് താബിഈങ്ങൾക്കിടയിൽ ജീവിക്കാൻ ഭാഗ്യമുണ്ടായ അപൂർവം സ്വഹാബികളിൽപ്പെട്ട ഭാഗ്യവാനാണ് അബൂദർദാ റളിയല്ലാഹു അൻഹു. ഷാമിലായിരുന്നു അന്ത്യം, സിറിയയിലാണ്. തൂബാ ലിഅൈനൈനി റഅതാ റസൂലല്ലാഹ്. താബിഈങ്ങൾ അവരുടെ കണ്ണുകളെ നോക്കിയിട്ടാ പറഞ്ഞത്, അബൂദർദാ നിങ്ങളുടെ കണ്ണുകളുടെ ഒരു ഭാഗ്യമേ, അല്ലാഹുവിൻ്റെ റസൂലിനെ കാണാൻ ഭാഗ്യമുണ്ടായ കണ്ണുകളല്ലയോ. ആ സ്ട്രീറ്റ് മുഴുവൻ തീ പിടിച്ചു. അബൂദർദാ എന്നൊരു മസ്ജിദിലാണ്. എല്ലാവരും കൂടി വന്ന്, അബൂദർദാ നിങ്ങളുടെ ഹയ്യ്, നിങ്ങളുടെ ആ ഒരു വാർഡ് മൊത്തം കത്തിയിരിക്കുകയാണ്. എൻ്റെ വീട് കത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. എൻ്റെ വീട് കത്തിയിട്ടില്ല. പോയി നോക്കി, ചെന്ന് നോക്കുമ്പോൾ അബൂദർദാ നിങ്ങളുടെ വീടിന് മാത്രം ഒരു കുഴപ്പം പറ്റിയിട്ടില്ല. അന്നേരമാണ് മഹാനവറുകൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തീ പിടിക്കാതിരിക്കാനുള്ളൊരു ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത്, മഹാൻ പഠിപ്പിച്ചത്. ഞാനത് ചൊല്ലിയിരുന്നു, എൻ്റെ വീടിന് കുഴപ്പം പറ്റിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്. മഹാന്റെ കറാമത്ത് എന്ന് പറയാം, അള്ളാഹു നൽകിയ ഹിഫ്ളാണ്. മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു. ആ ദിക്ർ കുറച്ച് നീളമുള്ള ദിക്റാണ്. നമ്മൾ 1-2 ക്ലാസ്സുകൾ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ഉസ്താദ്മാരോട് ചോദിച്ച് പഠിക്കണേ.
മഹാനവറുകൾ ലിമിഥിലി സാഅതി ഹാദിഹി മൻ യഅമൽ ലിമിഥിലി സാഅതി ഹാദിഹി, എൻ്റെ മൻ യഅമൽ ലിമിഥിലി മസ്റഈ ഹാദാ മൻ യഅമൽ ലിമിഥിലി യൗമി ഹാദാ, ഞാനിതാ മരിക്കുകയാണ്, എൻ്റെ ഈ അവസ്ഥയ്ക്ക് വേണ്ടി ആരാണ് പണിയെടുക്കാനുള്ളത്? ഞാൻ അല്ലാഹുവിലേക്ക് യാത്രയാവുകയാണ്, ഈ ദിവസത്തിന് വേണ്ടി ആരാണ് അധ്വാനിക്കാനുള്ളത്? എൻ്റെ അവസ്ഥ കണ്ടോളൂ, ഈ ഒരു നാളിന് വേണ്ടി ആരാണ്, ഈ ഒരു രംഗത്തേക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ളത് ആരാണ് എന്ന് പറഞ്ഞ് മഹാൻ ഓതുകയാണ്. വനുഖല്ലിബു അഫ്ഇദതഹും വഅബ്സാറഹും കമാ ലം യുഅ്മിനൂ ബിഹി അവ്വല മറ വനദറഹും ഫീ തുഗ്യാനിഹിം യഅമഹൂൻ. സത്യം കാണാൻ കഴിയാതെ, ധർമ്മം കാണാൻ കഴിയാതെ വിശുദ്ധ ഇസ്ലാം എന്ന അള്ളാഹുവിൻ്റെ ഏറ്റവും നല്ല അനുഗ്രഹം മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എന്താണ് വിശ്വാസം, എന്താണ് ആരാധന, ഏകനായ പടച്ചവനെ ആരാധിക്കാനുള്ള വളരെ മനോഹരമായ ഈ ഒരു തത്വശാസ്ത്രം കൺമുമ്പിൽ ഉണ്ടായിട്ട് പഠിക്കാതിരിക്കുന്നവരെ വിശുദ്ധ ഖുർആൻ ഉണർത്തുന്ന ആയത്താണത്. വനുഖല്ലിബു അഫ്ഇദതഹും വഅബ്സാറഹും കമാ ലം യുഅ്മിനൂ ബിഹി അവ്വല മറ വനദറുഹും ഫീ തുഗ്യാനിഹിം യഅമഹൂൻ. വിശുദ്ധ ഖുർആനിന്റെ അമാനുഷികത കണ്ടിട്ടില്ല എന്ന് നടിക്കുന്നവർ, വിശുദ്ധ ഖുർആനിന്റെ മഹാത്ഭുതങ്ങളെ അറിഞ്ഞിട്ട് അത് വിശ്വസിക്കാതിരിക്കുന്നവർ, ഖുർആനിലെ വിഷയങ്ങളെ കാണുമ്പോൾ ഒട്ടും ശ്രദ്ധ കൊടുക്കാത്തവർ, അവരവരുടെ ശരീരത്തിന്റെ ആഗ്രഹങ്ങളുടെ പിന്നാലെയുള്ള ഓട്ടത്തിലങ്ങ് മതിമറന്നിരിക്കുകയാണ്. ഉണരണേ ഉണരണേ, ഇത് താക്കീതാണ് എന്ന് പറയുന്ന സൂറത്തുൽ അൻആമിലെ 110-ാമത്തെ ആയത്ത്. ഈ ആയത്ത് ഓതിക്കൊണ്ടാണ് മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയുന്നത്. ദൈവനിഷേധമോ മതനിരാസമോ സ്വതന്ത്ര ചിന്തകള്, ഇതൊക്കെ പിശാചിന്റെ ചിന്ത. സ്വതന്ത്ര ചിന്ത എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നും നോക്കണ്ട, നീ അടിച്ചു പിടിച്ച് ജീവിച്ചോ. റോഡിൽ ഇറങ്ങുമ്പോൾ വണ്ടി ഓടിക്കും, നീ ലൈസൻസ് ഉണ്ടോ നോക്കണ്ട, ഈ റെഡ് സിഗ്നൽ നോക്കണ്ട, ജംഗ്ഷനൊന്നും അങ്ങോട്ട് വിട്ടോ വണ്ടി എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് നല്ല രസമായിരിക്കും. അവർക്ക് മരണം എന്താ, ആക്സിഡൻ്റ് എന്താണെന്ന് തിരിയാത്ത കുട്ടികൾക്ക് നല്ല നേരെ മറിച്ച്, മോനെ നിർത്തണം കേട്ടോ, ലൈസൻസ് കിട്ടിയിട്ടല്ലേ ഉള്ളൂ, റെഡ് സിഗ്നലാണ്, യെല്ലോ ലൈനിൽ പോവരുത്, ഓവർടേക്ക് ചെയ്യാൻ പറ്റാത്ത സ്ഥലമാണ്, 2 ലൈനിട്ട് അവിടെ ശ്രദ്ധിച്ചു പോവണം, ഇവിടെ പാർക്കിംഗ് പാടില്ല, ഇവിടെ കേവാണ്, അതുകൊണ്ട് സ്ലോ ഡൗൺ ചെയ്യണം. ഇങ്ങനെ ഓരോ സിഗ്നലിനും അർത്ഥമുണ്ട് മോനെ, വെറുതെ പോകരുത്, നീ നിന്റെ ഓരം തന്നെ പിടിച്ചു പോകണം, മറ്റവന്റെ ട്രാക്കിലേക്ക് പോകരുത്. ഈ നിയമം പറയുമ്പോൾ ഓ നിയമം എന്ന് പറഞ്ഞ് കളിയാക്കാണോ ചെയ്യുക? അതല്ല, അത് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്, ഇതൊരു നന്മയാണ്. ഓരോരുത്തരും റോഡിലെ ഒരു നിയമം പാലിക്കാണ്ട് വണ്ടി ഓടിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ലോകത്തിൻ്റെ എല്ലാവരും പറയാം സ്വാതന്ത്ര്യം വേണമെന്ന്. അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? സ്വാതന്ത്ര്യം എന്നതിന് പോലും നിയന്ത്രണമുണ്ടെന്നാണ്. വിശുദ്ധ ഇസ്ലാം നിയന്ത്രണമാണ്. ഇസ്ലാം സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുന്നതാണ്. അതുകൊണ്ട് പലർക്കും അത് ദഹിക്കൂല. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ ദേഹത്തേക്ക് ഇങ്ങനെ മേക്കിട്ട് കയറുന്നത്. അത് തിരിയുന്നവനും തിരിയാത്തവനും ചാനലുകാരനും മീഡിയക്കാരനും ഒക്കെ അടിച്ചു കയറും. ഞാൻ പറഞ്ഞൊക്കെ കയറട്ടെ, പറയാനുള്ളവരൊക്കെ പറഞ്ഞിറങ്ങട്ടെ. അങ്ങനെ എന്തെങ്കിലും അവർക്ക് പഠിക്കാനോ അറിയാനോ ചെറിയ നാമ്പുകൾ അതിൽ നിന്ന് കിട്ടും. ഇസ്ലാമിനെ വിമർശിക്കാൻ വന്നവരാണ് അത് പഠിച്ചു മുന്നോട്ട് പോകാറുള്ളത്. അതുകൊണ്ട് വിമർശനം നല്ലതാണ്, വിമർശിച്ചോട്ടെ. അനന്തരാവകാശ നിയമം അവർ പഠിക്കട്ടെ. ഇസ്ലാമിലെ സ്ത്രീകളുടെ നിയമങ്ങൾ എന്തൊക്കെയാണ് അവർ പഠിച്ചോട്ടെ. എന്തൊക്കെ വിമർശിക്കാണ്ട് നമ്മളാരും ഒരു മതത്തെയും വിമർശിക്കുന്നില്ല, നമ്മൾ വിമർശിക്കാൻ പോകാറുമില്ല. ഓരോ മതവും അവരുടെ ആശയങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ശബരിമല ചർച്ച നടക്കുമ്പോൾ ഒരു TV ചാനലിൽ തീരെ മുസ്ലിമീങ്ങൾ ധാരാളം കാണാനിടയുള്ള ഒരു ചാനൽ, മീഡിയ 1 ചാനലിനെ സംബന്ധിച്ച് ഒരാളുടെ ഒരു റിവ്യൂ ഞാൻ കണ്ടു. ആ ചർച്ച കണ്ടത് 1000-ൽ താഴെ ആൾക്കാരാണ്. ബാക്കിയുള്ള പൊളിറ്റിക്കൽ ചർച്ചകൾ 20,000 25,000 ഒക്കെ ഒരു ദിവസം കൊണ്ടാകും. പക്ഷേ ശബരിമലയെക്കുറിച്ചുള്ള ചർച്ചയെ കണ്ടത് ആകെ 1000 പേരാണ്. എന്നിട്ട് പറയാം, മുസ്ലിമീങ്ങൾ ധാരാളം കാണുന്ന ഒരു ചാനലിന്, അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം മുസ്ലിമീങ്ങളല്ലാത്തവരും ആശ്രയിക്കുന്ന ചില വാർത്തകളുടെ നിജസ്ഥിതി ചിലതൊക്കെ നമ്മുടെ തലയിലേക്ക് വെച്ച് കെട്ടുമ്പോൾ ശരി അതല്ല എന്ന് തിരുത്തി പറയുന്ന ഒരു വഴിയുണ്ടല്ലോ. അതിൻ്റെ പേരിലൊക്കെ ആ ചാനലിനെ ആശ്രയിക്കുന്ന ആളുകൾ. അപ്പോൾ അവർ പറയാം, എന്തുകൊണ്ട് വ്യൂവേഴ്സ് കുറഞ്ഞ ഒരു ചാനലിനെ പുകഴ്ത്താൻ വേണ്ടി പറയല്ല, ഇത് നമ്മുടെ കാഴ്ചപ്പാടിനെ അത് വിലയിരുത്തിയാളുടെ പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹത്തിൻ്റെ ആർക്കും വേണ്ടി പറഞ്ഞു. അദ്ദേഹം പറയാം, മുസ്ലിമീങ്ങൾക്ക് മറ്റൊരു മതത്തിലെ ചർച്ചയിലൊന്നും വലിയ താല്പര്യമില്ല, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, അത് അവരായിക്കോട്ടെ, നമ്മളതിലൊന്നും കൈയിട്ട് കയറാൻ വേണ്ടി പോവണ്ട, നമ്മളാരും പോവാറില്ല. പക്ഷെ നമ്മുടെ മേക്കെട്ടാണ് ബാക്കിയുള്ളവരൊക്കെ വന്ന് കയറാറുള്ളത്. അത് കയറിക്കോട്ടെ,
അത് അവർക്ക് പഠിക്കാനൊരു അവസരമാവട്ടെ എന്ന് മാത്രമാണ് നമ്മൾ ആശംസിക്കുന്നത്. പഠിച്ചോട്ടെ. വിമർശനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അതിനെപ്പറ്റി പഠിക്കുള്ളൂ. അവർ പഠിച്ചോട്ടെ. സമയമെടുക്കും. ചിലപ്പോൾ ബ്ലാങ്കായിട്ട് വന്ന ആൾക്കാരത് പഠിക്കാൻ സമയമെടുത്തേക്കും. പഠിക്കട്ടെ, സമയമെടുത്ത് പഠിക്കട്ടെ. വെറും ഒരു ആക്ഷേപമായിട്ട് വേണ്ട. തിരുത്തേണ്ടത് തിരുത്തണം. പക്ഷെ ശരീഅത്തുൽ ഇസ്ലാമിൽ അങ്ങനെ തിരുത്തേണ്ടതായിട്ട് ഇല്ല. എന്തുകൊണ്ടില്ല? അത് ആ വിഷയം മനസ്സിലാക്കുന്ന പണ്ഡിതന്മാരെ സമീപിച്ചാൽ അതിൻ്റെ സത്യാവസ്ഥകൾ മനസ്സിലാവും. പെട്ടെന്ന് അതിൻ്റെ ബാഹ്യമായ ചില അർത്ഥങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മതം എന്ന് പറയുന്നത് ഡിവൈൻ ടെക്സ്റ്റുകളാണ്, മനുഷ്യൻ്റെ വാക്കുകളല്ല. ഖുർആൻ അങ്ങനെയാണ്. ബൈബിളിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റ് അതാണ്. ഓൾ ടെസ്റ്റമെൻറ്റ് അതിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റ് ഡിവൈൻ റെവലേഷനാണ്. അതുകൊണ്ടാണ് ഇതൊന്നും നമ്മുടെ ഹ്യൂമൻ കപ്പാസിറ്റിയിൽ നിന്നുകൊണ്ട് മാത്രം അതിനെ വിലയിരുത്തിക്കൂടാ. അതിൻ്റെ ഒരു ഡിവൈൻ കോണ്ടെക്സ്റ്റ് കൂടെ പരിഗണിക്കേണ്ടതുണ്ട് എന്ന് പറയാൻ കാരണം. അപ്പം അത് മനസ്സിലാവാത്തവരൊക്കെ പെട്ടെന്ന് അങ്ങ് ചാടിക്കുടഞ്ഞു വല്ലതും പറയും. എന്തിനും ഈ ഉമ്മത്തിനെ അങ്ങ് പഴിചാരും. അതൊക്കെ ചില ആളുകൾക്കൊരു ഹരവും ചിലരുടെയൊക്കെ യൂട്യൂബ് ചാനലുകൾക്കും മറ്റു സോഷ്യൽ മീഡിയ ചാനലുകൾക്കും ഒക്കെ റീച്ച് കിട്ടാനുള്ള ഒരവസരവുമാണ്. ആയിക്കോട്ടെ, അതിലൊന്നും നമുക്ക് വേദനയില്ല. ഇല്ലാത്തത് പറയരുത്, അസത്യങ്ങൾ പറയരുത് ഈ ദീനിനെ കുറിച്ച്. നിങ്ങൾക്ക് വിമർശനമുണ്ടോ? പറഞ്ഞോ, തിരുത്തി തരാൻ ഇവിടെ എത്രയോ പണ്ഡിതന്മാർ ജീവിച്ചിരിക്കുന്ന നാടാണിത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദീൻ, നമ്മുടെ ഈമാൻ നമ്മൾ പഠിക്കണം. ഇസ്ലാം നമ്മൾ പഠിക്കണം. നമ്മളതിൻ്റെ ആളുകളാണ്. ബാക്കിയുള്ള മതവിഭാഗത്തിലെ പണ്ഡിതന്മാർ അവരുടെ മതങ്ങൾ അവർ പഠിക്കണം. അവരുടെ അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുക്കട്ടെ. നമ്മൾ നമ്മുടെ അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് അല്ലേ? നമ്മളത് പഠിക്കണം. നമ്മൾ ആരുടെയും ഒരു മതവിശ്വാസത്തിലും കൈകടത്താൻ പോവില്ല. നമ്മുടെ വിശ്വാസം കറകളഞ്ഞതായി നമ്മൾ കൊണ്ടു നടക്കണം. എല്ലാ മതവിഭാഗങ്ങളെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണമെന്ന് പഠിപ്പിച്ചതാണ് ഇസ്ലാം അല്ലേ? ഒരു ജൂതൻ്റെ മയ്യത്ത് പോകുമ്പോഴാ പുണ്യനബി ഞങ്ങൾ എഴുന്നേറ്റ് നിന്നത്. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. അപ്പോൾ സ്വഹാബിമാർ ചോദിച്ചു, നബി അത് ജൂതൻ്റെ മയ്യത്താണ്, എന്നാലും അത് ജീവനുള്ള മനുഷ്യനായിരുന്നില്ലേ എന്ന് പറഞ്ഞ് എഴുന്നേറ്റുന്ന റസൂലാണ് നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഒരു മതവിഭാഗത്തെയും നമ്മൾ ആക്ഷേപിക്കുകയോ കളിയാക്കുകയോ പരിഹസിക്കുകയോ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ അവരെ റെസ്പെക്റ്റ് ചെയ്യേണ്ടവരാണ്. കാരണം അവരത് സത്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ പഠനം നമ്മളും പഠിക്കണം, അവരും പഠിക്കണം, എല്ലാവരും പഠിക്കണം. പഠനത്തിന് ഒരിക്കലും അതിരുകളില്ല, സമയപരിധിയുമില്ല. അതുകൊണ്ട് അറിവ് നേടണമേ. അറിവില്ലാതെ നിങ്ങൾ വിജ്ഞാനം നുകരാതെ, സത്യം മനസ്സിലാക്കാതെ വിശുദ്ധ ഗ്രന്ഥത്തെ നിങ്ങൾ കൊഞ്ഞനം കാണിച്ച് മരിച്ചു പോകുമ്പോൾ ജീവിതത്തിൻ്റെ വലിയൊരു സുവർണാവസരം നിങ്ങൾക്ക് നഷ്ടമാകുന്നു എന്ന് അള്ളാഹു പറയുന്ന ഭാഗമാണ് അബൂദർദ റളിയല്ലാഹു അൻഹു ഓതിയത്. നമുക്കൊക്കെയുള്ള പാഠമാണ്. നമ്മുടെ ഇടയിൽ നിന്ന് ഇത്തരം സ്വതന്ത്ര ചിന്തകൾ നമ്മുടെ മക്കളുടെ തലയിലേക്ക് കയറി ചെല്ലുമ്പോൾ അത് കേൾക്കാൻ നല്ല രസമാണ്. നീ കുടിച്ചോ, നീ വ്യഭിചരിച്ചോ, നീ ഇഷ്ടമുള്ള പെണ്ണിൻ്റെ കൂടെ പോയി കിടന്നോ, അതിനൊന്നും ഇവിടെ ഒരു കുഴപ്പമില്ല, ആരും ചോദിക്കാനുമില്ല, നീ മരിച്ചിട്ടൊന്നും സംഭവിക്കാനും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ നല്ല രസമായിരിക്കും. ഒരു പ്രായത്തിൽ യൗവനത്തിൻ്റെ ആ ഒരു കിതപ്പും തളിർമയും ഉന്മേഷവും ഒക്കെ കഴിഞ്ഞാൽ അപ്പോഴേക്കും ബസ് പോയിട്ടുണ്ടാവും, സമയം കഴിഞ്ഞിട്ടുണ്ടാവും, പിന്നെ കൈ കാണിച്ച വണ്ടി കിട്ടൂല. അതുകൊണ്ടാണ് മക്കളെ ആലോചിക്കണമേ, അപകടത്തിലേക്ക് എടുത്തു ചാടരുത്. ബുദ്ധിയും സവിശേഷമായ ചിന്താശക്തിയും നൽകിയ ഒരു പടച്ചതമ്പുരാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന മാർഗരേഖ നമ്മുടെ മുമ്പിൽ തന്നിരിക്കുകയാണ്. അത് പഠിക്കണം. അത് പഠിച്ചാൽ തന്നെ നമ്മുടെ മരിക്കോളം പഠിച്ചാൽ തീരൂല നമ്മുടെ സമയം. അതുകൊണ്ട് ഇൽമ്, ഇന്നൽ ഇൽമ വൽ ഈമാന മഖാനഹുമ, മുആദ് എന്നവർ പറഞ്ഞ വാക്കുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈമാനും അറിവും വിശ്വാസവും അതിൻ്റെ സ്ഥാനങ്ങളിൽ തന്നെയുണ്ട്. ആര് മരിച്ചാലും അത് ഇല്ലാതായി പോകുന്നില്ല. മനിബ്തഗാഹുമ വജദഹുമ, ആരത് അന്വേഷിച്ചു പോകുന്നുവോ സത്യസന്ധമായ അറിവും വിശ്വാസവും അവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും എന്ന് മഹാനായ മുആദ് ഇബ്നു ജബൽ എന്ന പണ്ഡിതന്മാരുടെ നേതാവ്, ഹബീബിൻ്റെ സ്വഹാബിയും അനുയായിയുമായ മുആദ് ഇബ്നു ജബൽ സയ്യിദുൽ ഉലമാഇ വസാബിഖുഹും ഇലൽ ജന്ന റളിയല്ലാഹു തആല അൻ. അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ സ്വഹാബികളിൽ പ്രഗത്ഭരായ ചില സ്വഹാബാക്കളുടെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടങ്ങളിലെ ചില ചർച്ചകളാണ് നമ്മൾ ചർച്ച ചെയ്തത്. നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കാൻ പറ്റുന്നതൊക്കെ എടുക്കുക. അള്ളാഹു നന്മയ്ക്ക് വേണ്ടി നന്മയിലായി ജീവിക്കുകയും കലിമ ചൊല്ലി മരണസമയം സന്തോഷത്തോടെ അല്ലാഹുവിലേക്ക് യാത്രയാവുകയും ചെയ്യാൻ അള്ളാഹുവിനെ തൗഫീക്ക് നൽകണമേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.